കണ്ണീർ കയറ്റൽ ഇടുക്കി പൂപ്പാറ 24 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞുപോയില്ലെങ്കിൽ വീടുകൾ പൊളിക്കും. 29 കുടുംബങ്ങൾ പെരുവഴിയിലേക്ക്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അന്തിമ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആശങ്കയിൽ പൂപ്പാറ നിവാസികൾ. പൂപ്പാറയിൽ വീണ്ടും കുടിയിറക്ക് ഭീഷണി. പന്നിയാർപ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന 29ഓളം കുടുംബങ്ങളെയാണ് ജില്ലാ ഭരണകൂടവും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തും ചേർന്ന് തെരുവിലേക്കിറക്കിവിടാനൊരുങ്ങുന്നത്. 24 മണിക്കൂറിനകം വീടുകളിൽ നിന്നും ഒഴിഞ്ഞുപോകണമെന്നും അല്ലാത്തപക്ഷം കർശന നടപടികൾ സ്വീകരിക്കുമെന്നും കാട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഇവർക്ക് നോട്ടീസ് നൽകി. പന്നിയാർപ്പുഴയുടെ തീരത്ത് പുറമ്പോക്ക് ഭൂമി കയ്യേറി നിർമ്മിച്ച 88 കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ WPC-No 3742/2023 ഭാഗമായാണ് നിലവിലെ നടപടികൾ. നേരത്തെ ഇതേ ഉത്തരവിനെ തുടർന്ന് മേഖലയിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ അധികൃതർ പൂട്ടി സീൽ ചെയ്തിരുന്നു. വീടുകളിൽ താമസിക്കുന്നവർക്ക് നേരത്തെ സമയം അനുവദിച്ചിരുന്നെങ്കിലും ഒഴിഞ്ഞുപോകാത്ത സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ അന്തിമ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അധികൃതരുടെ പെട്ടെന്നുള്ള ഈ നീക്കം പൂപ്പാറ നിവാസികളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പ്രായമായ മാതാപിതാക്കളും കൈക്കുഞ്ഞുങ്ങളും കിടപ്പുരോഗികളും അടങ്ങുന്ന കുടുംബങ്ങൾ എങ്ങോട്ടു പോകുമെന്നറിയാത്ത അവസ്ഥയിലാണ്. 37/4/2023 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം 66 കടകളടക്കമുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിന് വേണ്ടിയിട്ട് നടപടി സ്വീകരിച്ചിരുന്നു. അന്ന് പറഞ്ഞിരുന്ന 29ഓളം കുടുംബങ്ങൾ ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ട്. ഇതേ പുഴ അരികിലായിട്ടും 29 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരെ ഒരിക്കലും കുടിയൊഴിപ്പിക്കില്ല എന്നുള്ള ഉറപ്പാണ് അന്ന് ആ കടകൾ അടച്ചുപൂട്ടാൻ വന്നപ്പോൾ അന്നത്തെ ജില്ലാ ഭരണകൂടം നൽകിയിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവ് പ്രകാരം ശാന്തൻപാറ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ 24 മണിക്കൂർ കൊണ്ട് ഇവർ ഒഴിഞ്ഞു പോകണമെന്ന നോട്ടീസ് കൊടുത്തിരിക്കുക. ഈ കുടുംബങ്ങൾക്ക് വേറെ ഒരു സെന്റ് ഭൂമിയോ അല്ലെങ്കിൽ ജീവിക്കാൻ വേറെ ഒരു മാർഗങ്ങളോ ഇവർക്കില്ല. അന്നന്ന് കൂലിപ്പണി ചെയ്ത് മാത്രം ജീവിതം പുലർത്തുന്നവരാണ്. ഇതിൻ്റെ അകത്ത് തന്നെ താമസിക്കുന്നതിൽ 2ഓളം ആളുകൾ ക്യാൻസർ ബാധിതരായിട്ട് കിടപ്പ് രോഗികളുണ്ട്. അവർ മാത്രമല്ലാതെ പിന്നെ നിരവധി രോഗങ്ങൾ മൂലം ഹാർട്ട് അറ്റാക്ക് പേഷ്യന്റ് അടക്കമുള്ളവർ ഇവിടെ താമസിക്കാം. കൂലിവേല ചെയ്ത് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. സുമനസ്സുകളുടെ സഹായത്തോടെയാണ് പലരും ഈ വീടുകൾ പണിതത്. ഇതിൽ നിന്നും ഇറക്കിവിട്ടാൽ ആത്മഹത്യയല്ലാതെ വേറെ മാർഗമില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒരു വഴിയില്ല. ഞങ്ങൾ പഞ്ചായത്തിലൊക്കെ വീടില്ലെന്ന് എഴുതി കൊടുത്തതിനും ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയില്ല സാറേ. ഞങ്ങൾ എന്നാ ചെയ്യണം? ഞങ്ങളല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊന്നിട്ട് നിങ്ങൾ വീട് ഇടിച്ചിടും. ഇല്ലെങ്കിൽ അകത്ത് ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഒന്ന് വണ്ടിയും കൊണ്ടൊന്ന് ഇടുക്കി അതേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് വേറെ ഒരു സഹായം തരാൻ ആളില്ല. നിങ്ങൾ തന്നെ സഹായിക്കണം. ഞങ്ങൾക്ക് ഒരാരും ഇല്ല. ഞങ്ങൾക്ക് എന്റെ കെട്ടിയവനാണെങ്കിൽ പണിയാൻ പോയിട്ടില്ല. ഒരാൾ 2 ദിവസം 3 ദിവസം പണിക്ക് പോയാൽ ഈ മടത്തിൽ കിടക്കണം. എന്റെ വീട്ടിൽ പോലും ഒന്നും നന്നാക്കാൻ പറ്റില്ല. ഇതേ ചെരുപ്പ് വെട്ടിയ സാധനം മേളിൽ ഇട്ട് ഞങ്ങൾ കുടിയിരിക്കണം. ഞങ്ങൾ 10-12 പിള്ളേരും ഞങ്ങളുമായി മുറിയിലിരിക്കണം. മതിയായ പുനരധിവാസ സൗകര്യങ്ങൾ ഒരുക്കാതെ തങ്ങളെ കുടിയിറക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികൾ. അധികൃതർ നടപടിയുമായി മുന്നോട്ടു പോയാൽ റോഡിൽ പായ വിരിച്ചു കിടന്നു പ്രതിഷേധിക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. ഞാനിവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്. 46 വയസ്സായി എനിക്ക്. ഈ 46 വർഷം വരെ ഞാനിവിടെ താമസിക്കുന്ന ആളാണ്. എനിക്ക് അറിവ് അറിഞ്ഞ നാൾ മുതൽ ഈ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നതാണ്. എൻ്റെ കെട്ടിയവനാണെങ്കിൽ ഇപ്പം ഓപ്പറേഷൻ ചെയ്ത് ആഞ്ചു ചെയ്ത് ഇപ്പം 5-5 ലക്ഷം രൂപ കടവും കൂടുതലാണ്. അതിനേക്കാളും കിടക്കാനൊരു കിടപ്പടവില്ല, പോകാനൊരു വഴിയുമില്ല. എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. സാർമാർ ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും? 60 வருஷமா இதே இடத்துல இந்த ஸ்தலத்துல தான் நாங்கள் இங்கே தான் இருக்கிறோம். ஆனால் இந்த 60 வருஷமா எந்த பிரச்சனையும் இல்லாமல் இருக்கோம். நாங்கள் ஒன்றும் செய்யலை. ஆனால் இந்த வீடு வாசல் எல்லாம் எங்களுக்கு கவர்மெண்டெல்லாம் ஒன்றும் கொடுக்கல. நாங்கள் எங்கள் சொந்த முடக்கில் எங்கள் உயிரை கொடுத்து தான் நாங்கள் இந்த வீடே கெட்டி இருக்கிறோம். ஆனால் இருந்தாலும் இப்போ காலையில சாயங்காலம் வில்லேஜ்லேருந்து எல்லா இடத்துல இருந்து எங்களுக்கு பிரச்சனை மேலே பிரச்சனை கொடுத்து உறங்குற கூட சௌகரியம் இல்லை. அது மட்டும் இல்லை, சின்ன பிள்ளைய வச்சிருக்கோம். இந்த வீடை விட்டு எங்களை காலி பண்ண சொன்னால் நாங்கள் எங்கே போவோம்? நடு ரோட்லேயே நிற்போம். நடு ரோட்டில் நிற்கிறது கூட வழி இல்லை. எங்களுக்கு ஒரு இடமும் இல்லை. நாங்கள் பாவப்பட்டவரெல்லாம் இங்கே கிடந்து நாங்கள் அட்வான்ஸ் பைசா உண்டாக்கி கெட்டிடம் வச்சுக்குவோம். இப்போ இருந்துட்டு மாற்றான் പറഞ്ഞാൽ நாங்கள் எங்கനെയാ மாற்றும்? 70 வருஷமாயிட்டு நாங்கள் இப்படி ജീവിക്കുക. ഞങ്ങൾ അർഹതപ്പെട്ടവരാണ് ഇതെല്ലാം. പിന്നെ ഞങ്ങൾ അന്ന് ഗവൺമെൻറ് ഇവിടെ കമ്പനി സ്ഥലമുണ്ട്, ഇവിടെ ഒത്തിരി ഗവൺമെൻറ് സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾക്ക് പെറ വെച്ച് തരട്ടെ.
ചുമ്മാ ഞങ്ങളെ പോയിട്ട് പെട്ടെന്ന് എല്ലാം മാറാൻ പറഞ്ഞിട്ട് കൊച്ചു പിള്ളേരെല്ലാം ഞങ്ങൾ എവിടെ റോട്ടിലടക്കാനോ. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഞങ്ങൾ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് മരിക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ ഈ വണ്ടി ഓടിക്കുന്നതാണ്, ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നത്. വേറെ ഒരു മാർഗവും ഇല്ല. അന്നാട് ഞങ്ങൾ പണിയെടുത്തിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്. പക്ഷേ ഈ വീട് വിട്ട് പുറത്തു പോവുകയാണെങ്കിൽ ഞങ്ങളുടെ കൊച്ചുങ്ങളൊക്കെ 3 വയസ്സ് 2 വയസ്സ് അങ്ങനെയുള്ള കൊച്ചുങ്ങളാണ്. ഇത് വെച്ചിട്ട് ഞങ്ങൾ എവിടെ പോയി ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. அப்பா அம்மா காலத்துலேருந்து இங்கே தான் இருக்கோம். இப்போ திடீர்னு எங்களை போக சொன்னால் 2 பிள்ளைங்க, இந்த சின்ன சின்ன பிள்ளைகளை வச்சுட்டு போன மாதம் வரைக்கும் வீடு இடிஞ்சு போய் கிடந்துச்சு. படுதா போட்டு தான் இங்கே என்ன செஞ்சுருந்தோம், நாங்கள் இருந்தோம். ஒரு கல்யாண சம்பாவனையாக எங்களுக்கு என்ன பண்ணாங்க, இந்த வீடை கட்டி கொடுத்தாங்க. ஒருத்தவங்க 1 லட்ச ரூபா கொடுத்ததே எங்களுக்கு கட்டி கொடுத்தாங்க. இப்போ இந்த பிள்ளைகளை வச்சுட்டு நாங்கள் தற்கொலை பண்ணிக்கிறதா, எங்கே போகிறோன்னே எங்களுக்கு தெரியல. പൊളിക്കൽ നടപടികൾ ആരംഭിക്കാനിരിക്കെ വലിയ പ്രതിസന്ധിയാണ് പൂപ്പാറ. 24 മണിക്കൂറിന്റെ അന്ത്യശാസനം അവസാനിക്കുമ്പോൾ ജില്ലയിലെ ഏറ്റവും വലിയ കുടിയിറക്ക നടപടികളിൽ ഒന്നിനാണോ ഇടുക്കി സാക്ഷ്യം വഹിക്കുക എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. സിറ്റി വിഷൻ, പൂപ്പാറ.